ഹൗ ടു മാനിഫെസ്റ്റ് എ ലൈഫ് പാർട്ട്ണർ. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബിസിനസ് പാർട്ട്ണറെ നമുക്ക് കണ്ടെത്താം, എങ്ങനെ ലഭിക്കും. ഇനി അതല്ലെങ്കിൽ നല്ലൊരു ടീം മാറ്റിന്, ഒരു ടീമിൽ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് ഒരു ടീമിനെ നയിക്കുന്ന ഒരാളിനെ നമുക്ക് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം എന്നതാണ് ഞാൻ ഒരു 3 സിമ്പിൾ സ്റ്റെപ്പിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ശരിക്കും നമുക്ക് നല്ലൊരു ബിസിനസ് പാർട്ട്ണറെ വേണമെന്നുണ്ട്, എന്നാൽ വരുന്നതൊക്കെ അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ളതല്ല. ഇനി അതല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ലൈഫ് പാർട്ട്ണറെ വേണമെന്നുണ്ട്, പക്ഷെ വരുന്നതെല്ലാം ലഭിക്കുന്ന അപ്പോയിന്റ്മെന്റ്സുകളെല്ലാം തന്നെ ഉദ്ദേശിക്കുന്നതല്ല. ഇത്തരത്തിലുള്ള പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന ആളാണോ നിങ്ങൾ? ഞാൻ ഡോക്ടർ അജയൻ ജെയിംസ്, ഡ്രീം സക്സസ് മാനിഫെസ്റ്റേഷൻ ഹബിന്റെ ഫൗണ്ടറും കോച്ചുമാണ്. ഞങ്ങളുടെ മൈൻപതി ഡിസൈൻ യുവർ ലൈഫിലേക്ക് സ്വാഗതം. നമ്പർ 1, ക്ലാരിറ്റി. ഗെറ്റ് ക്ലിയർ വാട്ട് യു വാണ്ട്. നമുക്ക് വേണ്ടത് എന്താണ് എന്നുള്ളത് വ്യക്തമായി ക്ലിയറായി ഡിഫൈൻ ചെയ്യുക. അതൊരു പേപ്പറിലേക്ക് എഴുതുക വളരെ വ്യക്തമായിട്ട്. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വേണ്ടത്? ശരിക്കും അത് ഇമോഷണൽ സ്ട്രെങ്ത് എങ്ങനെയായിരിക്കണം, അല്ലോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ക്വാളിറ്റീസുകളാണ് ആ പാർട്ട്ണർക്ക് വേണ്ടതെന്നുള്ളത് വ്യക്തമായി എഴുതി തയ്യാറാക്കുക. നമ്പർ 2, ഫീൽ ഇറ്റ് ബിഫോർ യു സീ ഇറ്റ്. അതായത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ ആ എഴുതി തയ്യാറാക്കിയ രീതിയിലുള്ള ഒരു പാർട്ട്ണറെ നമുക്ക് ലഭിച്ചതായിട്ട്, അല്ലെങ്കിൽ ആ ലഭിച്ച പാർട്ട്ണർ ഇത്തരത്തിലുള്ള ക്വാളിറ്റീസുകളുള്ള ആളാണ് എന്ന് നമ്മൾ ശരിക്കും അങ്ങോട്ട് ഫീൽ ചെയ്യുക. നമ്മൾ ശരിക്കും ഉള്ളിൽ കൂടെ കാണുക. ഒരു മെന്റൽ മൂവി പോലെ, ഒരു മെന്റൽ പിക്ചറായിട്ട് അതിനെ ഇങ്ങനെ കാണുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്പർ 3 എന്ന് പറയുന്നത് ലെറ്റ് ഗോ ഓഫ് ഡെസ്പറേഷൻ. ഡെസ്പറേറ്റ് ആകേണ്ട കാര്യമില്ല. വളരെ ഫ്രീ ആയിട്ട്, വളരെ ക്ലിയർ ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കുക. നമ്മൾ ട്രസ്റ്റ് ചെയ്യൂ, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യൂ. ശരിക്കും അട്രാക്ഷൻ നാച്ചുറലി സംഭവിച്ചുകൊള്ളും. പ്രത്യേകിച്ച് ഈ വിവാഹം എന്ന് പറയുന്നത് ശരിക്കും ഒരു സെറ്റിൽമെന്റ് അല്ല, അതൊരു സോൾ അലൈൻമെന്റ് ആണ്. താങ്ക് യു.